ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു നാടൻ സാമ്പാറാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ ഇത്രയും തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്താൽ മതി. എന്തായാലും തക്കാളിയും വെണ്ടയ്ക്കും ഒഴിവാക്കരുത്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. 1/2 കപ്പ് സാമ്പാർ പരിപ്പ് ഇപ്പോൾ നമ്മൾ കുക്കറിലേക്ക് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. വല്ലാതെ വെന്ത് കുഴഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു വിസിലടിച്ച് പിന്നെ കുക്കറിലിരുന്നാൽ ഒന്ന് വെന്ത് വന്നാൽ മതിയേ. അതിനെ നമ്മളിപ്പോൾ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരേ വലുപ്പത്തിൽ എല്ലാ വെജിറ്റബിളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഗ്യാസിൻ്റെ പ്രശ്നം ഇല്ലാണ്ടിരിക്കാനാണ് കേട്ടോ. ചിലർക്ക് സാമ്പാറൊക്കെ കൂട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഈ പച്ചക്കറിയിലേക്ക് ഇനി നമ്മൾ നികപ്പ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇതൊരു 3/4% വെന്ത് കഴിയുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ എന്തായാലും കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ വെണ്ടയ്ക്കയും തക്കാളി അതിൽ ചേർക്കാൻ പാടില്ല. ചേർത്ത് കഴിഞ്ഞാൽ അത് വെന്ത് കലങ്ങിപ്പോവേ. അപ്പോൾ നമുക്കത് പിന്നീട് എണ്ണയിൽ വാട്ടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് 2 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി നമ്മൾ ഇതുപോലെ 2 മിനിറ്റ് വഴട്ടിയ ശേഷം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സാമ്പാറിന് വേണ്ട വെജിറ്റബിൾസൊക്കെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 6 ചുവന്നുള്ളി, 2 ഇതൾ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ വേണം അതിലേക്ക് കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഹോം മെയ്ഡ് സാമ്പാർ പൊടി 2 ടീസ്പൂൺ. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കണേ. വെജിറ്റബിൾസൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെക്കണേ. എന്നിട്ട് അത് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് അത് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിവെള്ളം കൂടെ ഒഴിച്ച് യോജിപ്പിച്ച ശേഷം ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു 2 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. അപ്പോഴാണ് അതിലേക്ക് ആ മസാലക്കൂട്ടൊക്കെ നല്ലോണം പിടിക്കുവോളേ. ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. അങ്ങനെ നല്ല കിടിലൻ ടേസ്റ്റുള്ള നാടൻ സാമ്പാറാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ചോറിനാണെങ്കിലും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്